ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ, നടൻ മോഹൻലാലിൻ്റെ മകളായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് വിസ്മയ എന്നാണ്. ലാലേട്ടൻ്റെ തടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ദ്രൻസ് ഒരു നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ തടിക്കുറവിനെ കുറിച്ച് നമുക്കറിയാം. സിനിമയിലൊക്കെയും സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ കൊടക്കമ്പി എന്നൊക്കെയും വിളിക്കണമെങ്കിൽ നമുക്കതിന് വിഷമം തോന്നുന്നു. അദ്ദേഹം എങ്ങനെയത് സഹിക്കണേന്ന്. അത് അഭിനയമാണല്ലോ. ഇന്ദ്രൻസ് കുറേ ആഹാരം കഴിച്ചാൽ ലാലേട്ടൻ്റെ പോലെ ആവില്ല, ലാലേട്ടൻ കുറേ ആഹാരം കഴിക്കാതിരുന്നത് ഇന്ദ്രൻസിൻ്റെ പോലെ ആവില്ല. അതൊരു ബോഡി, ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. നടനാവുന്ന സമയത്ത് ആ സ്ട്രക്ചർ വലിയ രീതിയിൽ അടക്കി ഒതുക്കി വെക്കണമല്ലോ, അതിനുവേണ്ടി കഷ്ടപ്പെടണമല്ലോ. അത് ചെയ്യുന്നുണ്ട്. അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും ആരും നടന്മാരൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള ലാലിൻ്റെ മകളും തടിയുള്ളൊരു കുട്ടിയാണ്. ഞാനത് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. നല്ല തടിയുള്ള കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് തടി കുറയ്ക്കാൻ താല്പര്യമുണ്ടായി. ഈ കുട്ടി തൈവാനിലോ എവിടെയോ പോയി അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ കണ്ട് അവിടെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത്, അത് സംബന്ധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ഈ കുട്ടി 10-22 കിലോ തടി കുറച്ചു. ഈ ഒരു സംഭവം ഓപ്പൺ മീഡിയയിൽ പ്രസിദ്ധപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഫോട്ടോ സഹിതം ആ കുട്ടി വെളിപ്പെടുത്തി. എന്തായി? അതിൻ്റെ അടിയിൽ തുടങ്ങി നമ്മളുടെ കമൻറ്റോളികൾ എന്ന് പറയും. ഇവിടെ പറയാൻ കൊള്ളാത്ത ഭാഷകൾ പോലും പറഞ്ഞു. സൈബർ ആക്രമണം ആണ് അതിൻ്റെ പുതിയ പേരാണ്. സൈബർ ആക്രമണം, അതാണ് അതിൻ്റെ പുതിയ പേര്. പാറ്റൻ ടാങ്ക് ആക്രമണം, മിസൈൽ ആക്രമണം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. സൈബർ ആക്രമണം. കമൻ്റാണ് അതിൻ്റെ അടിയിൽ കമൻറ്റ്. കിട്ടിയ അവസരം മുതലാക്കാണ് ഓരോരുത്തർ. ഈ ഒരു സംഭവത്തെ അധികരിച്ച് നമുക്ക് ചിന്തിക്കാൻ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിത് പറയുന്നത് ലാലേട്ടൻ്റെ മകളുടെ കാര്യം മാത്രമായിട്ടല്ല പറയുന്നത്, ജനറലായിട്ട് പറയുകയാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാംസ്കാരിക നിലവാരം, അതിൻ്റെ നില, അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കുറെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഒരു ചിത്രം, നല്ല തടിയുള്ളൊരു കുട്ടി ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിച്ച് ആ ബോഡി ഷേപ്പ് അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഫോട്ടോ ഇവിടെ ഇട്ടതിന് പകരം യൂറോപ്പിലാണ് ഇട്ടത്. അവിടുത്തെ ഒരു പ്രശസ്തിയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഇട്ടിരുന്നെങ്കിൽ യൂറോപ്പിൽ അതിൻ്റെ അടിയിൽ എഴുതാം കൺഗ്രാജുലേഷൻസ്, അല്ലെങ്കിൽ മാർവലസ്, ഗുഡ്, എക്സലൻ്റ്, ഇതൊക്കെ എഴുതുള്ളൂ. കാരണം അത് യൂറോപ്പാണ്. അവരുടെ കൾച്ചർ അങ്ങനെയാണ്, അവരുടെ രീതി അങ്ങനെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അർദ്ധനഗ്നതയോ നഗ്നതയോ അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. അത് അവരുടെ രീതി അതാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നമുക്കെല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിലേക്ക് സ്ത്രീകൾ ഈ അവരെടുക്കുന്ന സാരി വേറെ ആരും ചെന്ന് ഞാൻ സാരികൾ താഴോട്ട് കയറ്റിയിടുമ്പോൾ സിൽക്ക് സാരിയാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കാണാൻ നമുക്ക് അവരെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ടുള്ളതാണ്. ഗുജറാത്തികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, രാജസ്ഥാനികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ ഈ സ്ത്രീകൾ അങ്ങനെയാണ്. പെൺകുട്ടികളല്ല, ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഓടിച്ചാടി മുന്നോട്ടൊന്നും വരില്ല. അവർ തലയിൽ മുണ്ടിട്ടോട്ടാണ്. ക്രിസ്ത്യൻ സ്ത്രീകൾ മാത്രമല്ല, ഹിന്ദു സ്ത്രീകളടക്കം എല്ലാവരും. അതവരുടെ കൾച്ചറാണ്. ശരീരഭാഗങ്ങൾ, പ്രത്യേകം ശിരസ് മറച്ച് നടക്കുന്ന ഒരു കൾച്ചർ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട്, മാന്യതയായിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത്. ഒരിക്കൽ തൃശ്ശൂരിൽ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടെന്ന് പറയും. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, വലിയ ആളാണ്. നമ്മുടെ കെ കരുണാകരൻ്റെയും ഗുരുവാണ്. അവരൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ് ആരംഭിച്ചത്. നെഹ്റു, ഇന്ദിരാഗാന്ധി നേരിട്ടറിയാവുന്ന ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് തെക്കേ കുറുപ്പത്ത് കൊച്ചുകുട്ടിയമ്മ എന്നാണ്. ഒരിക്കലും ഇംഗ്ലീഷുകാരി, അവർ പത്രക്കാർ ഇവിടെ വന്ന് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ കൾച്ചറിൻ്റെ കാര്യം പറയാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം ഒരു ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമില്ല, നമ്മൾ നമ്മുടെ കൾച്ചറിൻ്റെ കാര്യം പറയാണ്. അപ്പോൾ അവർക്ക് അന്ന് 19 വയസ്സുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിവാഹം എപ്പോഴാണ് കഴിഞ്ഞ്? എനിക്ക് 14 വയസ്സുള്ള വിവാഹം കഴിഞ്ഞു. നിങ്ങൾ എത്ര ഭർത്താക്കന്മാരുണ്ട്? എത്ര കല്യാണം കഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. നോ, ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു? അയാൾ 10-60 വർഷം ഒരുമിച്ച് ജീവിച്ചു. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 60 വർഷം ഒരേ ഒരു പുരുഷന്റെ കീഴിലോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അവരുടെ കൾച്ചർ. അവർക്ക് അതാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. എന്ന് വെച്ച് നമ്മുടെ കൾച്ചർ അങ്ങോട്ട് മാറ്റണം, അവരുടെ കൾച്ചർ ഇങ്ങോട്ട് മാറ്റണമെന്നല്ല പറയുന്നത്. നമുക്കൊരു കൾച്ചർ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് 1, 2, 3 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാം. കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാം. കേരളത്തിൻ്റെ ഇന്നത്തെ സാംസ്കാരിക ലെവല് വെച്ച് വേണം ആ മുന്നോട്ടുള്ള പോക്ക്. ഒരു പരിധിവരെ പെൺകുട്ടികൾ അവരുടെ ഒരു പരിധി വെച്ചുകൊണ്ട് വേണം പെൺകുട്ടികൾ ഇപ്പോഴും പെരുമാറാൻ. ആൺകുട്ടികൾക്ക് ഇത് ബാധകമാണ്, അല്ലെന്നല്ല പറയുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പാൻറ് ചന്തിയുടെ അവിടെ വരെ കൊണ്ട് താത്തും. എന്നിട്ട് അവൻ എന്തെങ്കിലും കാര്യം വല്ല കൗണ്ടറിൽ കൂടി ഇങ്ങനെ ഒന്ന് ചാഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ സത്യം പറഞ്ഞിട്ട് അവൻ്റെ ആസനദ്വാരം വരെ പുറത്ത് കാണാൻ പറ്റും. എന്തൊരു കൾച്ചറാണ് അറിയില്ല അത്. എന്തിനാ പിന്നെ പാൻറ് എടുത്തതാണ് ഊരി കളഞ്ഞാൽ പോലെ. ഇപ്പം ചിലപ്പോൾ ചൂരൽവടിൻ്റെ അവൻ്റെ ചന്തിമൊന്ന് വെച്ച് കൊടുക്കാൻ തോന്നും. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ തന്നെ ചില പിള്ളേർ മുടി വെട്ടുന്നത് ഈ രാത്രി കിടക്കുമ്പോൾ എലി കറണ്ട് പോവില്ലേ, അതുപോലെ അപ്പാച്ചി മോഡൽ. അപ്പാച്ചി അങ്ങനൊരു മറ്റേന്തായാലും പറയുക, ഒരു ഡാൻസുകാരനാണ്, പാട്ട് സെലിബ്രിറ്റിയാണ്. അവരത് ചെയ്യുമ്പോൾ ഇവർ 10-500 രൂപയും കൊടുത്തത് ചെയ്യുന്ന വല്ല ആവശ്യമുണ്ടോ? അപ്പം അങ്ങനെയുള്ള, പക്ഷെ ആൺപിള്ളേർ എന്തെങ്കിലും ചെയ്തു, അവരത് ഓപ്പൺ മീഡിയയിലിട്ടു, അവർക്കെതിരെ എന്തെങ്കിലും സൈബർ ആക്രമണം ഉണ്ടായി, അത് വലിയൊരു കാര്യമല്ല. പക്ഷെ പെൺകുട്ടികളുടെ സ്ഥിതി അതല്ല. അത് അവരിൽ വലിയ ആഘാതം സൃഷ്ടിക്കും. അവരെ പ്രതി സമൂഹത്തിൽ വലിയ ആഘാതമുണ്ടാകും. അല്പസ്വല്പമൊക്കെ ആകാം, നമ്മൾ വല്ലാതെ ചാടരുതേ പറയില്ല. ഒരു 5 അടി ഉയരത്തിനെടുത്ത് താഴ്ത്തി ചാടൊന്നും സംഭവിക്കില്ല. ഇത്തിരി ധൈര്യം വേണ്ടി 10 അടി മേലെ നിർത്തി ചാടാമൊന്നും സംഭവിക്കില്ല. നല്ല അഭ്യാസിയാണെങ്കിൽ 20 അടി മുകളിൽ ചാടാം. പക്ഷെ ഒരു 10 നിലയുടെ മുകളിൽ നിന്ന് ചാടിയാലോ കാലൊടിയും, ആ ഒരു സംശയമില്ല. ഇതിപ്പോൾ ഇവിടെ പെൺകുട്ടികൾ ലെഗിൻസ് ഇട്ട് നടക്കുന്നുണ്ട്. സത്യം പറയട്ടെ, ഇന്നും അത് എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കേരളീയർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തായാലും പറയുക, പുതിയ തലമുറയിലെ പരിപൂർണമായിട്ട് കൺട്രോൾഡ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വിട്ടുകൊടുക്കൽ പ്രക്രിയ നടത്തിയിരിക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ മെട്രോയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തൊരു മനോജ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു 52 വയസ്സുണ്ട്. അങ്ങനെ അടുത്തൊരു സ്ത്രീ വന്ന് കയറിയിരുന്നു. അപ്പോൾ ഈ ലെഗിൻസിൻ്റെ കളറ് സ്ത്രീയുടെ ശരീരത്തിൻ്റെ കളർ ഒന്നാണ്. അത് ഞാൻ ഇറങ്ങിപ്പോയി. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ സ്ത്രീക്ക് അരയ്ക്കുന്ന കീഴ്പ്പെട്ട് വസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നഗ്നയായിട്ട് സ്ത്രീ അടുത്ത് വന്നിരുന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും പാടില്ലാത്ത തരം കമൻറ്റ് വന്നാൽ പോലും അത് ചെയ്തവരെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയില്ല. നമ്മളെ തന്നെ വലിച്ചെടുത്ത് കൊടുക്കുകയല്ലേ അവർക്ക് വാസ്തവത്തിൽ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആൽബത്തിൽ അത് ഒട്ടിച്ചു വെക്കാം, അതാരും ചോദിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ ആൽബത്തിൽ ഒട്ടിച്ചു വെക്കാം. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ബർമുടി ഇട്ടിട്ടോ ട്രൗസർ ഇട്ടിട്ടോ ഇടാണ്ടോ ഒക്കെ നടക്കാൻ ആരൊന്നും പറയില്ല. പക്ഷെ ഓപ്പൺ മീഡിയ ഇതിനെ പറ്റുന്ന ഇടമല്ല. ഓപ്പൺ മീഡിയയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, എടാ മറ്റവനെ എന്ന് വിളിക്കുന്നുണ്ട്. ഞാനിവിടെ അയ്യോ എല്ലാവരും പറഞ്ഞിട്ടൊന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദിവസം 10-20 പേർക്കെതിരെ പോലീസ് കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യമുള്ളൂ, നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പൺ മീഡിയയിൽ വരരുത്. ഞാൻ വീഡിയോ ഇടാൻ പാടില്ല. ഇടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം വീടിനകത്തല്ല അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്, വീടിൻ്റെ അകത്തുള്ള ആൽബത്തിലല്ല ഉള്ളത്. വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് പടം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്ന് തുപ്പിന്ന് വരും, ചിലർ കല്ലെടുത്താൽ കോറിന്ന് വരും. അത് സ്വാഭാവികമാണ്. വഴിപ്പോക്കിന് പലതരത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പം ആരാ സൂക്ഷിക്കേണ്ടത്? നമ്മളെ സൂക്ഷിക്കേണ്ടത്.
ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് പുറത്തു പോകുന്ന സമയത്ത് അത് അണിഞ്ഞേ മതിയാവും. ആവശ്യത്തിലേറെയുള്ള എക്സിബിഷനിസം, ശരീര പ്രദർശനം അതെപ്പോഴും ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന സാരം. 1400 വർഷങ്ങൾക്ക് മുൻപ് വെറുതെയല്ല നബി തിരുമേനി ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം വന്നവരെ അത് പുതുക്കി പണിതിട്ടുണ്ട്. കൈയിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ പാടുള്ളൂ, മുഖം പോലും പുറത്ത് കാണിക്കാൻ പാടില്ല. അവന് വെറുതെയല്ല, ഇങ്ങനത്തെ അപകടങ്ങൾ നേരിട്ട് കണ്ടിട്ടാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല പെൺകുട്ടികൾ ആ ബോഡി ഷേപ്പ് എക്സിബിഷനിസം, പക്ഷെ അത് കേരളത്തിൽ ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കേരളത്തിൽ അത് നടക്കില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക ലെവൽ അവിടെ എത്തി നിൽക്കുന്നത്. ഒരു 50 വർഷം മുൻപൊക്കെ എൻ്റെ വീടിന് മുമ്പിൽ എന്നെ പഠിപ്പിക്കുന്ന മറിയാം ടീച്ചറിൻ്റെ മകള് സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു, ഈശ്വര എന്താ ഈ കാണുന്നേ, പെൺകുട്ടികളൊക്കെ സൈക്കിൾ ചവിട്ടി തുടങ്ങിയോ എന്ന്. അതിന് മാറ്റങ്ങൾ വന്നു. പക്ഷെ എടുത്തു ചാടിയിട്ടുള്ള മാറ്റം വരുതേ എന്ത് സാരം. ഈ കേരളത്തിൻ്റെ മനോഹാരിത, എന്ത് കാര്യമാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സ്ത്രീകളുടെ മനോഹാരിത അത് പകുതി മറഞ്ഞു നിൽക്കുമ്പോഴുണ്ടാകുന്നത്. ആ വാതിലിൻ്റെ പടിയിൽ പകുതി ചാരി നിൽക്കുന്ന ചില മുഖങ്ങളൊക്കെ MT വാസുദേവനാരൊക്കെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഒരു വീട് കെട്ടുമ്പോൾ പോലും വീടിങ്ങനെ റോഡിനോട് ചേർന്ന് നിർത്തല്ല വേണ്ടത്. വീടിൻ്റെ മുന്നിൽ യാർഡുണ്ടാവണം, അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. ആ വീട് ആ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുമ്പോൾ അതിനൊരു മനോഹാരിത കൂടുതലാണ് എന്ന് സാരം. ആയതുകൊണ്ട് തന്നെ എന്തിനും പറയും, ഒരു വിരലിൻ്റെ മറവ് വേണമെന്ന് പറയുമല്ലോ. അതില്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈബർ ആക്രമണങ്ങളും മാന്തലും ചൊറിയലും സ്ക്രാച്ചിങ്ങും ഒക്കെ നടക്കും. അത് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നും വരും. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു സ്ത്രീ രൂപത്തെ അവർ കാണുന്നത്, അവരിഷ്ടപ്പെടുന്നത്, ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? പണ്ട് നമ്മളുടെ ONV കുറുപ്പ് അദ്ദേഹം എഴുതി വെച്ച കുറേ വരികൾ കണ്ടിട്ടില്ലേ? അതാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ. പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടൊരു മഞ്ഞൾ വരക്കുറി ചാന്ത് പൊട്ട്, ഏറൻ മുടിയിൽ എള്ളെണ്ണ മണം, ചില നേരമാ തുമ്പത്തൊരു പൂവം, കയ്യിലൊരൊറ്റ കുപ്പിമള, മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ.